നമസ്കാരം. PV അൻവറിനെ കുറിച്ചാണ്. അദ്ദേഹം ഇന്നിപ്പോ മലപ്പുറം ജില്ലാ പോലീസിന്റെ യോഗത്തിൽ SP-യോട് അപമര്യാദയായി പെരുമാറി. ഏഷ്യാനെറ്റിലെ ഒരു അവതാരകന് പൊള്ളലോട് പൊള്ളൽ. എന്നിട്ട് അൻവറിനെതിരെ അദ്ദേഹം തുറന്നടിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നത് കേൾക്കാനിടയായി. എന്തായാലും ഈ SP-ക്ക് വേണ്ടി മോങ്ങുന്ന മാപ്രകളോട് തുടക്കത്തിലെ പറയാനുള്ള കാര്യം, ഏത് തരം ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ശബ്ദമുയർത്തുന്നു എന്ന് നോക്കിയാൽ അവരുടെ സത്യസന്ധത, അവരുടെ അന്വേഷണ മികവ്, ഇതൊക്കെ ഒരു കാര്യം തന്നെയാണ്, അതല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരെ ആരുടെ പക്ഷം പിടിക്കുന്നുണ്ടോ ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുമായിട്ട് വലിയ അടുപ്പ് സൂക്ഷിക്കുന്നവരായിരിക്കും. ഏത് കാര്യത്തിൽ? സർക്കാർ വിരുദ്ധ വാർത്തകൾ ഇവർക്ക് വളരെ കൃത്യം എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഏജന്റ് ആയിരിക്കും. ഇതിനൊരു ഉദാഹരണമായിരുന്നു മുമ്പ് IG P. വിജയൻ. IG P. വിജയനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ ഭയങ്കര മനോഹരമായിട്ട് ഇവർ കൊണ്ടാടിയതാണ്. സസ്പെൻഷനിലായി. എന്തിനാണ്? NIA കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് എവിടെ എത്തിയെന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു P. വിജയൻ. നടപടി എടുക്കണ്ടേ? നടപടിയെടുത്തു. അതുപോലെ ജില്ലാ പോലീസ് മേധാവിയെ ഇന്നിപ്പോ പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ വെച്ചിട്ട് PV അൻവർ MLA പരസ്യമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത ഞാൻ കണ്ടു. ആ ഒരു പരാമർശത്തിന്റെ അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ SP-യെ വിമർശിക്കാൻ അവസരമുണ്ടാകുന്നത്. അത് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നത് പല പോലീസിന്റെ അസാൻമാർഗിക പ്രവർത്തനവുമായിട്ടൊക്കെ വിശദീകരിച്ചുകൊണ്ട് കടന്നു വന്നതിന് ശേഷം SP-യെ വിമർശിക്കാനുള്ള രണ്ട് കാര്യം, തനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം മുൻനിർത്തി ആണ്. അതായത് താൻ അവിടെ ആരംഭിക്കാൻ ശ്രമിച്ച ഒരു പാർക്കിനകത്ത് നിന്ന് 10 ലക്ഷം വിലമതിക്കുന്ന റോപ്പ് കാണാതായതിന്റെ പരാതി കൊടുത്തു. അതിനെ സംബന്ധിച്ച് അന്വേഷണ പുരോഗതിയില്ല. അതിനെ സംബന്ധിച്ച് SP-ക്ക് ഇതുവരെ ഒരു തരത്തിലും അദ്ദേഹത്തിനോട് ഈ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാതി പങ്കുവയ്ക്കുന്നുണ്ട്. അതിനോടൊപ്പം അവിടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില വീടുകളിൽ ഈ ബേസ്മെന്റ്, അതായത് പാവപ്പെട്ട 4 ലക്ഷം രൂപ മുടക്കി വയ്ക്കുന്ന വീടുകളാണ്. ആ വീടിന് ഈ ബേസ്മെന്റിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യണം. എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. പക്ഷെ ചില ഉദ്യോഗസ്ഥർക്കും എനിക്ക് അത് ചെയ്തു കൊടുത്താൽ കറ പറ്റും. കാര്യം സാധാരണക്കാരുടെ വിഷമം അറിയണമെങ്കിൽ സാധാരണക്കാരനാകണമല്ലോ. നമ്മുടെ ഇവരെല്ലാം വലിയ ഹൈപ്പ് കൊടുക്കുന്ന പല മാപ്രകളുണ്ട്. ആ മാപ്രകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവരെ കൊണ്ട് നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട നീക്കുപോക്കുകൾ, ഇവർക്ക് വേണ്ട മൈലേജുകൾ ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മാപ്രകൾ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലുള്ള സ്ഥാപനത്തിലെ ചില വ്യക്തികളെ അറിയാം. അതായത് ഈ പോലീസിനെ കൊണ്ട് ജീവിക്കുന്ന, അതായത് പോലീസാണ് ഇവരുടെ ബീറ്റായിട്ടും പോലീസുകാരെ കുറെ പേരെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നതിന്റെ അഹങ്കാരവും ഹുങ്കൊക്കെ കാണുന്നതാണ്. അവർക്ക് വേണ്ടി ഈ വിടുപണി ചെയ്യുന്ന പ്രവർത്തനമാണ്. ബീറ്റ് നോക്കുന്നു, വാർത്താ സോഴ്സ് എന്നുള്ള നിലയ്ക്ക് പല ഉദ്യോഗസ്ഥരെയും വെള്ള പൂശുക, തട്ടിത്തോളിക്കയറ്റുക എന്നുള്ളതാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതാരാണ്? ഇവിടെ പറയും പൊളിറ്റീഷ്യന്മാരാണെന്ന്. ഒരിക്കലുമല്ല. സിസ്റ്റത്തെ എപ്പോഴും മോശമാക്കുന്നത് ബ്യൂറോക്രസിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്. കാര്യം സർക്കാർ തലത്തിലുള്ളവർക്ക് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനേ കഴിയുള്ളൂ. ആ തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഓരോ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ തലത്തിൽ ഏതെങ്കിലും തീരുമാനമെടുത്ത് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കി അല്ലെങ്കിൽ അവരുടെ താല്പര്യം നോക്കി ഇതൊക്കെയാണ് പലപ്പോഴും നീക്കുപോക്ക് നടത്തുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വയനാട് വെറ്റിനറി സർവകലാശാലയിലെ ഒരു കുട്ടിയുടെ മരണം, അഭിഷേക് പെട്ടെന്ന് മറന്നുപോയി. ആ കുട്ടിയുടെ മരണം വലിയ വിവാദമായതാണ്. വെറ്റിനറി സർവകലാശാലയിൽ SFI-കാർ ചെയ്തു എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പിതാവിന്റെ ഈ നമ്മുടെ നെടുമങ്ങാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉടനടി അതില് CBI അന്വേഷണം നടത്താൻ ഉത്തരവിടുകയാണ്. അതായത് അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കാണുന്നുണ്ട്. ഉടനടി CBI അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത വരികയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഇതുവരെ കൈമാറിയിട്ടില്ല. അതായത് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന തന്റെ അടുത്തേക്ക് വരുന്ന ആ പരാതിയിൽ ഉടനടി നടപടി സ്വീകരിക്കൂ എന്ന് ഒപ്പിട്ട് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. പലയിടങ്ങളിലും ഇത് ചവിട്ടി വെക്കും. എന്നിട്ട് ഈ വാർത്ത ആര് തന്നെ ചോർത്തും? എവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വാർത്തകൾ വരാൻ വേണ്ടി ഇത് ചോർത്തിക്കൊടുക്കും. ഇതാണ് ഈ നാട്ടിലെ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇവർ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ, അവർ മഹാന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അവരെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരും മാപ്രകളും തമ്മിൽ വലിയ കൂട്ടുകച്ചവടമുണ്ട്. ആ കൂട്ടുകച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലർക്കും ഇത്തരത്തിലുള്ള പ്രിവിലേജ് കിട്ടുന്നത്. അങ്ങനെ പ്രിവിലേജ് കിട്ടുന്ന ഒരു വ്യക്തിയാണ്
ഈ ശശിധരൻ എന്ന് പറയുന്ന ജില്ലാ പോലീസ് മേധാവി എന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണ മികവിനെ കുറിച്ചൊന്നും ഒരു സംശയവുമില്ല. ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുണ്ടായ പ്രമാദമായിട്ടുള്ള മനുഷ്യക്കുരുതി കേസ് അല്ലെങ്കിൽ നരബലി കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിന്റെ അന്വേഷണ ത്വരയോ അല്ലെങ്കിൽ അന്വേഷണ മികവിനെയോ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. IG P വിജയന്റെ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് ആരും പറയുന്നില്ല. പക്ഷെ ഈ കഴിവിനപ്പുറം തന്നെ ഒരു സൈഡിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയില്ലേ, ചിലർക്ക് ചില വീക്ക്നെസ് ഉണ്ടാകുമെന്ന്. അതുപോലെ സ്വന്തം പ്രശസ്തി, പബ്ലിസിറ്റി ഒക്കെ വീക്ക്നെസ് ആയിട്ടുള്ള ചിലരുണ്ട്. അത്തരം ആൾക്കാര് മാപ്രകളുടെ ഇരയാണ്. കാര്യം അവരുടെ കഴിവോ അല്ലെങ്കിൽ അവർ അഴിമതിക്കാരാണെന്നും പറയുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് അവർ ഈ മീഡിയ ഫ്രണ്ട്ലി എന്ന വാക്കിന്റെ തൂങ്ങിക്കൊണ്ട് എപ്പോഴും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വല്ലാതെ വാർത്തയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് വാർത്തയാകുന്നത്? അവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഇതെല്ലാം ഇവർ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വാർത്തയാക്കി കൊടുക്കും. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല. പക്ഷെ അങ്ങനെ പരസ്പരം ബന്ധം ധാരണയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടാകാൻ. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ മുകളിലാണ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നടക്കാത്ത കേസാണ്. കാര്യം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഒരു SP മുകളിൽ തന്നെയാണ് ഒരു MLA പ്രോട്ടോകോൾ വരുന്നത്. MLA ചോദ്യം ചെയ്യാൻ പറ്റും. കാര്യം MLA ഒന്നും ചെന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിലും അയ്യോ ചെയ്തു തരണേ സാറേ എന്ന് പറഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നവർ തമ്മിൽ റെസ്പെക്ട് ഉണ്ടാകേണ്ടതാണ്, ബഹുമാനം ഉണ്ടാകേണ്ടതാണ്. ആ പറഞ്ഞ കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് PV അൻവർ പറഞ്ഞതിൽ പ്രശ്നമുള്ളത്? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അനുവദിച്ച വീടുകളിൽ ബേസ്മെന്റ് ഫില്ല് ചെയ്യാനായിട്ട് മണ്ണ് വേണം. ആ മണ്ണടിക്കാനായിട്ടുള്ള അനുമതി ഒരാൾ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ 4 ലക്ഷം രൂപയ്ക്ക് ആ പാവപ്പെട്ടവർ വീട് വെച്ച് കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും? വിമർശിക്കണ്ടേ? അത് എവിടെയായിരുന്നാലും വിമർശിക്കും. പിന്നെ ഈ വിമർശനങ്ങളുടെ ഒരു 2 തരം ശൈലി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഈ വാർത്തകൾ സ്ഥിരം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇത് എങ്ങനെയാണ് 2 തരം വിമർശനം. ഈ അടുത്ത ദിവസം നമ്മുടെ കരുനാഗപ്പള്ളിയിലാണെന്ന് തോന്നുന്നു. കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള നമ്മളെ വ്യാജം പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം പരസ്യമായിട്ട് ഒരു CIക്കെതിരെ ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ മോശമായി ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തി. എന്തൊരു ക്യാപ്ഷനായിരുന്നു! യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആ ഒരു പറച്ചിൽ എങ്ങനെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ വെറുതെ വിടില്ലെന്നും അദ്ദേഹത്തിന് 200 രൂപയൊക്കെ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കുറെ പ്രവർത്തനങ്ങൾ, നാറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടു. അതിനെ വല്ലാതെ, അതായത് ഇദ്ദേഹം പറഞ്ഞ വാചകം വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഒരു തലക്കെട്ടൊക്കെ കൊടുത്ത് അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതായത് അദ്ദേഹം ഒരു മികച്ച നേതാവാണ്, ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം തുറന്നടിച്ചാലും അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. ഒന്ന് ആലോചിക്കണം, ഈ രാജ്യത്തെ വ്യാജ ID കാർഡ് സൃഷ്ടിച്ച മഹാനാണ് ആ പ്രിവിലേജ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ആരോപണം, അതായത് ഭൂമി തട്ടിപ്പ് ആരോപണം എന്നാണ് പറയുന്നത്. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്നിപ്പോ PV അൻവർ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് കുമരകത്ത് റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ട്, സർക്കാർ ഭൂമി കയ്യേറി. ഏതെങ്കിലും ഒരു മാപ്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആര്? രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു റിസോർട്ട് അവിടെ കയ്യേറിയ ഭൂമിയിലാണ് നിലനിൽക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ട് ഒരുത്തനും വാർത്ത കൊടുക്കണ്ട, ടേപ്പുമായിട്ട് അളക്കാൻ പോണ്ട. ചില ഇടങ്ങളിൽ മാത്രമേ ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ തോന്നുള്ളൂ. അവിടെ അവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് ആരും പറയല്ലേ, അല്ലെങ്കിൽ അവർക്ക് മറ്റു താല്പര്യം ഉണ്ടെന്ന് പറയല്ലേ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് 2-3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്. ജാതി ചിന്ത, മതചിന്ത, ഇത് പിന്നെ പ്രത്യേക ചായ്വുകളുണ്ട്. അതായത് ഈ ജാതി മത ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഭൂരിപക്ഷം ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ ഉള്ളതാരാണെന്നുള്ളത്. ആ വിഭാഗക്കാർ തന്നെയാണ് മാധ്യമ മേഖലയിലും ഏറ്റവും കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാൾ സ്നേഹമുണ്ട്. ആ വാൾ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരസ്പരം ബന്ധങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരസ്പര ധാരണകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള സകലരും അങ്ങനെയൊന്നല്ല, കുറെ ഏറെ പേരുണ്ട്. ആ വാത്സ്നേഹം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നടത്തുന്ന പല തരത്തിലുള്ള മോശം പ്രവർത്തനമുണ്ട്. കാര്യം എന്ത് തരം വീഴ്ച ഉദ്യോഗസ്ഥൻ വരുത്തിയാലും സർക്കാരിന്റെ തോളിലേക്ക് ഇവരതങ്ങ് ചാരും. കാര്യം ചെയ്ത തെറ്റ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരായിരിക്കുമോ ചർച്ച ചെയ്യുന്നത്? അല്ല, പിണറായിയുടെ കുറ്റമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്താൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. അവിടെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞു പിടിക്കുന്ന വിമർശനമില്ല. ഇനി പോട്ടെ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നല്ല കാര്യം ചെയ്താലോ അത് ആ ഉദ്യോഗസ്ഥന്റെ ക്രെഡിറ്റ് ആണ്. അതൊരിക്കലും ആഭ്യന്തര വകുപ്പിനോ സർക്കാരിനോ ഉണ്ടാകാറില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഉദ്യോഗസ്ഥനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഈ ഉദ്യോഗസ്ഥനുമായിട്ട് ചില ചങ്ങാത്തം ഉണ്ടാക്കിയിരിക്കുന്ന മാപ്ര ആരെന്ന് മാത്രം നമ്മുടെ നാടിന് അറിഞ്ഞാൽ മതി. അപ്പോ PV അൻവർ എന്നിപ്പോ പറഞ്ഞത് എവിടെയും വിമർശിക്കാം, നിലപാടുള്ളവർക്ക്, ചങ്കൂറ്റമുള്ളവർക്ക്, ഒന്നും ഒളിക്കാനില്ലാത്തവർക്ക് ഏത് പരസ്യവേദിയിലും ആർക്കെതിരെയും വിമർശിക്കാം. കാര്യം ആ ഉദ്യോഗസ്ഥനെ വെറുപ്പിച്ചാൽ
നാളെ എനിക്കെതിരെ നടപടി വരും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇയാൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന ആശങ്കയുള്ളവർക്കല്ലേ അത് ചെയ്യാൻ അറപ്പുണ്ടാകുള്ളൂ. അയാളെ പരസ്യമായി ഇരുത്തിക്കൊണ്ട് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ചില കക്ഷികളുണ്ട്, അതായത് ചില സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ അധികാരങ്ങളും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏത് പദവികളായിക്കോട്ടെ, ജനപ്രതിനിധികളായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ജനങ്ങളെ സഹായിക്കാനും ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ ഈ ബ്യൂറോക്രസിയുടെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ജനപ്രതിനിധികളായിരുന്നാലും ബ്യൂറോക്രാറ്റുകളായിരുന്നാലും അതാണ് ഉത്തരവാദിത്വം. പക്ഷേ ബ്യൂറോക്രാറ്റുകളെ വല്ലാതെ ഇവർ തഴുകിക്കൊണ്ടാണ് മാപ്രകൾ നിൽക്കുന്നത്. അവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമില്ലെന്നല്ല, പക്ഷെ കൂടുതൽ ഇവർ എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ 5 വർഷം കൂടുമ്പോൾ രാഷ്ട്രീയക്കാർ മാറി വരും, പക്ഷേ ബ്യൂറോക്രസിയിലുള്ളവർ അവിടെ തന്നെ ഉണ്ടാകും. ആ കച്ചവടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സന്ദർഭത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ചോദിക്കും, നീ ഒരു മാപ്രയായിട്ട് നിനക്ക് അങ്ങനെ ബന്ധം? ഞാൻ പറഞ്ഞ ബന്ധമുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അനാവശ്യമായിട്ടൊന്നും ആരെയൊന്നും ഇങ്ങനെയൊന്നും പൊഴുതി പറയില്ല. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാനിരിക്കുന്നവർ തന്നെയാണ്. ഒരു ബ്യൂറോക്രസി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരില്ല. കാര്യം അവർക്കൊരിക്കലും ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചോ മറ്റു കാരണത്തിനോ പോകേണ്ട കാര്യമില്ലെന്നേ. പക്ഷെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ പാവപ്പെട്ടവൻ വീട് വയ്ക്കാൻ പറ്റിയില്ല, MLA അടുത്ത് പലതവണ കണ്ടു പറഞ്ഞു, അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന നടന്ന് ആ മനുഷ്യനുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ആർക്കെതിരാകും? ആ MLAക്കെതിരാകും. MLA ഒന്നും ചെയ്തു തരുന്നില്ല, MLA ഒന്നും ചെയ്തു തരുന്നില്ല എന്ന പരാതി ഉണ്ടാകും. പക്ഷേ ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചില മുട്ടാപ്പോക്ക് കാര്യങ്ങൾ, അതായത് പാവപ്പെട്ടവരാണ്, ന്യായമായിട്ടുള്ള കാര്യമാണ്, നിയമങ്ങളുടെ നൂലിപ്പിടിച്ച് തൂങ്ങാതെ ആ സാധാരണക്കാരനാണ്, അത് ചെയ്തോട്ടെ എന്ന് പറയുന്നതാണ് മര്യാദ, എന്ന് പറയുന്നതാണ് മനുഷ്യത്വം എന്ന്. അത് ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടി ഏഷ്യാനെറ്റ് വെള്ളപൂച്ച എന്ന് വിചാരിച്ചാൽ ടാം റേറ്റിംഗിൽ കൂപ്പുകുത്തി താഴെ വന്നതെന്ന് നാളെ കയറാമെന്ന് കരുതണ്ട. അത് എല്ലാ കാലത്തേക്കുമുള്ള വീഴ്ചയാണ്. ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഏഷ്യാനെറ്റിന് അത് സ്വപ്നം കാണണ്ട. ചിലപ്പോൾ ഒരു മിന്നലാട്ടം പോലെ ജസ്റ്റ് ഒന്ന് മുകളിൽ വന്നാലും ശാശ്വതമായിരുന്ന ഒരു ഇടത്ത് നിന്ന് താഴേക്ക് കൂപ്പുകുത്തിയെങ്കിൽ അതിന് താഴേക്ക് മാത്രം ഇനി നോട്ടം മതി, മുകളിലേക്കുള്ള നോട്ടം അവസാനിച്ചിരിക്കുകയാണ്. കാര്യം അതിനകത്തുള്ളവരുടെ പരമാവധി പ്രകടനം നാട്ടുകാർ കണ്ടു കഴിഞ്ഞു, അത് അവർക്ക് ബോറായി കഴിഞ്ഞു. ഇനി അതിൽ നിന്നുള്ള പ്രകടനങ്ങൾ അവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം പരമാവധി ഔട്ട്പുട്ടും പുറത്തു വന്നു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഇപ്പോ ഈ വീഴ്ച സംഭവിച്ചപ്പോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടാം റേറ്റിംഗിൽ മുകളിലേക്ക് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിംഗിൽ മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചില പുതിയ അവതാരങ്ങളെ ഇറക്കി മുതലാളിയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി. കാര്യം മുതലാളി അറിയാലോ, മനസ്സുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടായ ഒരു ബോംബ് സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട ഉടനടി അദ്ദേഹം നടത്തിയ പരാമർശം എന്താണെന്ന് അറിയാലോ, അത് പറയണ്ടല്ലോ. കൊടും വിഷമാണെന്ന് പിണറായി വിജയന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള സംഭവം ഉണ്ടായ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും PV അൻവർ എന്നുള്ള ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന മനോഭാവം എന്താണെന്ന് ആർക്കറിയാം? മാപ്രയ്ക്ക് അറിയാം, അല്ലെങ്കിൽ അവതാരത്തിനറിയാം. അപ്പൊ അവതാരത്തിന്റെ ഡയലോഗ് ആരെ ഇംപ്രസ് ചെയ്യിക്കും? മുതലാളിയെ ഇംപ്രസ് ചെയ്യിക്കും. അതുകൊണ്ട് ഈ വാചകമൊക്കെ പറയും. അതുകൊണ്ട് ശശിധരന് ഇപ്പോ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടുത്തെ മാപ്രകൾ ആരും യോഗ്യരല്ല എന്ന് പറയുകയാണ്. ശശിധരന് ഗുഡ് സർട്ടിഫിക്കറ്റ് മാപ്രകൾ എഴുതി കഴിഞ്ഞാൽ അത് ശശിധരൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആക്കി വാങ്ങി കയ്യിൽ വെക്കുമെന്നുണ്ട്. ശശിധരൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആക്കി വാങ്ങി കയ്യിൽ വെച്ചാലും അതല്ല ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഏഷ്യാനെറ്റ് മാത്രമല്ല, ഇവിടെ സകലമാന കാര്യങ്ങളുടെയും അപ്പോസ്തലന്മാരായിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളവർ. അതുകൊണ്ട് PV അൻവർ MLAക്ക് ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരമാവധി ആകുമ്പോഴാണ് ഒരു തുറന്ന വേദിയിൽ പറയേണ്ടി വരുന്നത്. പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത, പലതവണ വിളിച്ച് പല കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്തില്ലെങ്കിൽ ആർക്കായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർക്ക് ദേഷ്യമുണ്ടാകും, പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളുവന്നേ. അത് ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അതേ വേദിയിൽ എന്തുകൊണ്ട് ശശിധരൻ എന്നോട് ആവശ്യപ്പെട്ടത് ഇതൊന്നും ആയിരുന്നില്ല, MLA മറ്റു പല കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടതെന്ന് പറയാത്തെന്താ? ഉത്തരം മുട്ടിയതുകൊണ്ടാണല്ലോ മിണ്ടാതെ ഇറങ്ങിപ്പോയത്. അത് ഹീറോയിസം ആണെന്ന് നിങ്ങൾ വാഴ്ത്തിക്കോളൂ. അതാണ് മാന്യത, അതാണ് കൾച്ചർ എന്ന് പറയും. അത് ഇപ്പൊ ഈ സംഘികളുടെ അല്ലെങ്കിൽ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർക്ക് അങ്ങനെ ചില ഒരു അവസരത്തിനൊത്തുള്ള ചില പ്രതികരണങ്ങൾ, അതായത് ഏതു പ്രതികരിച്ചാൽ അടിപൊളി, ഇപ്പൊ ഇവിടെ മിണ്ടാതെ പോയത് അടിപൊളി, മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇതുപോലെ ഒരു വിഷയത്തിൽ യദു എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്തപ്പോൾ ആ തിരിച്ചു പ്രതികരിച്ച യദു സൂപ്പറാണ്. ഇവിടെ പ്രതികരിക്കാതെ പോയ ആരാണ് അടിപൊളി? അതായത് ഉത്തരം മുട്ടിക്കൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഈ രീതിയിൽ ഒരു പ്രതികരണം അദ്ദേഹം പ്രതീക്ഷിച്ചു വന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഉദ്യോഗസ്ഥനും അനുഭവമാകേണ്ടതാണ്. അതായത് ഈ ബ്യൂറോക്രസിയും രാഷ്ട്രീയം അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായിട്ടുള്ള അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകണം. രണ്ടുപേരും ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വഴിവിട്ട കാര്യങ്ങൾ, അതായത് അത് അഴിമതിയാണ്, സാധാരണക്കാരന്റെ പ്രശ്നമല്ല, നിങ്ങൾ ചെയ്യേണ്ടെന്നേ, ഒരിക്കലും ആരും നിർബന്ധിക്കില്ലെന്നേ. പക്ഷേ
നിങ്ങൾക്ക് പ്രത്യേക താല്പര്യത്തോടു കൂടി അത് ചെയ്താൽ എന്റെ പേരിൽ ഇനിയിപ്പോ എന്തെങ്കിലും അലിഗേഷൻ വരുമോ എന്ന് ഭയന്നുകൊണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അർഹതപ്പെട്ട ഒരുത്തന് അവന്റെ ജീവനാണ് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തടസ്സപ്പെടുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന നിലപാടുകൾ വിമർശിക്കപ്പെടും. അത് വിമർശിക്കാൻ ഈ നാട്ടിലെ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ അത് ചെയ്യും. ബ്യൂറോക്രസിയെ താങ്ങി നടക്കുന്നവർക്ക് ബ്യൂറോക്രസിയെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ പൊള്ളിയെന്ന് വരാം. അതങ്ങ് കൈ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് PV അൻവർ എടുത്ത നിലപാട് അതിനെ അഭിനന്ദിക്കുകയാണ്. ചില പരസ്യമായ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമെന്നേ, അതൊക്കെ പറഞ്ഞു തന്നെ പോകണം. കാര്യം ഉദ്യോഗസ്ഥരായതുകൊണ്ട് പറയാൻ പാടില്ലെന്നല്ല. ഉദ്യോഗസ്ഥർ മുഴുവൻ നല്ലവരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷം പേര് മോശക്കാരൊന്നുമല്ല. പക്ഷെ നല്ല പേരുണ്ടെന്നേ കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്നവർ. ചിലർക്ക് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയമുണ്ട്, മറ്റു ചില ഒരു ആത്മവിശ്വാസമുണ്ട്. അത് വെച്ച് ഏത് ശശിധരൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെ വിമർശിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്വമുണ്ട്. പലതരം ആൾക്കാരാണ്. ചിലർ പരസ്യമായി, ചിലർ രഹസ്യമായി ഫോണിൽ വിളിച്ച്, അങ്ങനെയൊന്നുമില്ല, നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. തിരിച്ച് മറുപടി ഉണ്ടായിരുന്നെങ്കിൽ അതേ വേദിയിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. പക്ഷെ പറയാതെ പോയതിനെ ഹീറോയിസായിട്ടുമായിട്ട് മാത്രമേ പറയാൻ പറ്റൂ. കാര്യം അതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ നാട്ടുകാർ തീരുമാനിക്കുമായിരുന്നല്ലോ. അപ്പോ മിണ്ടാതെ പോയെങ്കിൽ ഉത്തരമില്ല എന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ന്യായമില്ലാത്തതാണെങ്കിൽ അത് ന്യായമില്ലാത്ത കാര്യമാണെന്ന് പറയാൻ SBക്ക് ബാധ്യതയുണ്ട്. അതിനുശേഷം തീരുമാനിക്കാം. അല്ലാതെ ഇപ്പോ ഏഷ്യാനെറ്റ് അങ്ങ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആരെയും മഹാനാക്കേണ്ടെന്ന് മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ.